ഇന്ന് നാം കേൾക്കുന്ന ഫിലസ്തീനിൽ സിറിയയുടെ തലസ്ഥാനമാണ് ഡമസ്കസ്. ആ സിറിയയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ആ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ഡമസ്കസ് പള്ളിയിൽ ഖാദിയാണ്, മുദരിസാണ്, ഖതീബാണ്, ഇമാമാണ്. അദ്ദേഹത്തിന് മുമ്പിൽ വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പം അകലെ നിന്ന് ഒരു മനുഷ്യൻ ഓടി വരികയാണ്. അയാൾ പറഞ്ഞു, അബൂദർദാ. ആളുകൾ ശ്രദ്ധിച്ചു. അതിരിക്ക് ബൈതക്, വീട്ടിലേക്ക് പോകണം. എന്റെ ഇന്ന ബൈതക ഖദ് ഇഹ്തറക്, നിന്റെ വീട് തീ പിടിച്ചിരിക്കുന്നു. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, ഇല്ല, എൻ്റെ വീട് തീ പിടിക്കുകയില്ല. വീണ്ടും മറ്റൊരാൾ ഓടി വന്നു. അപകടമുണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ, പലരും ഓടി വരും. ഓടി വന്നിട്ട് പറഞ്ഞു, അബൂദർദാ അതിരിക്ക് ബൈതക്, വീട്ടിലേക്ക് ചെല്ലണം. ഇന്ന ബൈതക ഖദ് ഇഹ്തറക്, അങ്ങയുടെ വീട് തീ പിടിച്ചിരിക്കുന്നു. രണ്ടാമനോടും അബൂദർദാ പറഞ്ഞു, ഇല്ല, മഹ്തറക്, എൻ്റെ വീട് തീ പിടിച്ചിട്ടില്ല. മൂന്നാമതും മറ്റൊരാൾ വന്നു. ആദ്യം വന്നവനെയും രണ്ടാമത് വന്നവനെയും അയാൾ അറിയില്ല. അബൂദർദാ അതിരിക്ക് ബൈതക്, വീട്ടിലേക്ക് ചെല്ലൂ. ഇന്ന ബൈതക ഖദ് ഇഹ്തറക, നിന്റെ വീട് തീ പിടിച്ചിരിക്കുന്നു. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മഹ്തറക്, എൻ്റെ വീട് തീ പിടിച്ചിട്ടില്ല. നാലാമനായ ഒരാൾ അത് ഓടി വരികയാണ്. അയാൾ പറയുന്നു, അബൂദർദാ, അത്ഭുതം, നിങ്ങളുടെ വീടുള്ള ആ കോളനിയിലെ എല്ലാ വീടുകളും തീ പിടിച്ചു, കത്തിച്ചാമ്പലായി. അങ്ങനെ തീ അങ്ങയുടെ വീടിന്റെ ഭാഗത്തേക്ക് വന്നപ്പം അത്ഭുതം, ആ തീ അണഞ്ഞു പോകുകയാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, അതങ്ങനെയേ സംഭവിക്കൂ എന്ന് എനിക്കറിയാം. ആൾക്കാരൊക്കെ ഓടി വന്ന് അവരൊക്കെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആഗതരൊക്കെ പോയതിനു ശേഷം അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ ചോദിച്ചു, ഉസ്താദേ, നിങ്ങളുടെ വീട് തീ പിടിക്കാതിരിക്കുക എന്നത് അത്ഭുതമൊന്നുമല്ല. നിങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ട സഹാബിയാണ്. ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ വീട് തീ പിടിക്കാതിരിക്കുക എന്നത് അത്ഭുതമായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വീട് തീ പിടിച്ചിട്ടില്ല എന്ന് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയേ സംഭവിക്കുകയുള്ളൂ, അള്ളാഹു അപ്രകാരമേ ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമെന്ന് പറയാൻ, അത് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് അങ്ങനെ പറയുക? അള്ളാഹു അങ്ങനെയേ ചെയ്യുള്ളൂവെന്ന് ഭൂമിയിലിരുന്നു കൊണ്ട് നിങ്ങൾ എങ്ങനെയാ പറയുക? അത് അല്പം കടന്ന ഭാഷയല്ലേ എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ അന്വേഷിച്ചപ്പം അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മിൻ കലിമാത്തിൻ, ഞാൻ എങ്ങനെ പറയാൻ കാരണം ചില വാചകങ്ങളാണ്, ചില പദങ്ങളാണ്, ചില ദിക്റുകളാണ്. സമയത്തുഹന്ന, ആ ദിക്റുകൾ ഞാൻ കേട്ടി പഠിച്ചിട്ടുണ്ട്. മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വായയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അളീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. എന്ന ദിക്റുകൾ, എന്ന വാചകങ്ങൾ, മൻ ഖാലഹ, ആരെങ്കിലും ഈ വാചകം പറഞ്ഞാൽ, ഈ വാചകം ചൊല്ലിയാൽ, ഹീന യുസ്ബിഹു, നേരം വെളുക്കുമ്പോഴും, വഹീനയും സീ, വൈകുന്നേരവും, ദിവസം 2 നേരം ആരെങ്കിലും ഈ ദിക്ർ പറഞ്ഞാൽ, ലം തുസിബുഹു ഫിത്ന, അവനൊരു ആപത്തും ഉണ്ടാവുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ, ഇന്ന് രാവിലെ ഈ ദിക്ർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ, ഈ ദിക്ർ പറഞ്ഞവന് ഒരാപത്തും ഉണ്ടാകില്ലെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞാൽ, പിന്നെ എങ്ങനെയാണ് ഈ ദിക്ർ പറഞ്ഞ എൻ്റെ വീട് തീ കത്തുക? ഇതാണ് അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം.
അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ ദിക്റ് പറഞ്ഞാൽ ആ ദിക്റ് പറഞ്ഞവനൊരു ആപത്തും ഉണ്ടാകില്ലെന്ന്. ആ ദിക്റ് പറഞ്ഞവനൊരു ആപത്തും ഉണ്ടാകില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആപത്തുണ്ടാക്കുക? എങ്ങനെയാണ് വീട് തീ കത്തുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനമാണ്, ഈ ദിക്റുകൾ പറഞ്ഞാൽ തീർച്ചയായും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാപത്തും ഉണ്ടാകില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു അപ്രകാരമേ ചെയ്യുകയുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നിമിത്തങ്ങൾ പറയുക. അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ പറയാൻ, അങ്ങനെ കരുതാൻ പ്രിയപ്പെട്ടവരെ നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? പരിശുദ്ധമായ ഈമാനിൻ്റെ സംരക്ഷണമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്നത്. ഖിയാമത്ത് നാൾ വരെ ഈ വിശ്വാസം, ഇതാണല്ലോ ഈമാൻ. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞിടത്ത് നിൽക്കുക, ഇതാണ് ഈമാൻ. ആ ഈമാൻ അന്ത്യനാൾ വരെ കാത്തു നിർത്തുക, അന്ത്യനാൾ വരെ നിലനിർത്തുക എന്നതാണ് സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന ദൗത്യങ്ങൾ. അതിനുവേണ്ടി റബ്ബ് തആല ഓരോ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ലോകത്ത് എന്നെ മാത്രം ആരാധിക്കണമെന്ന് പറയേണ്ടത് ആരാണ്? അത് അമ്പിയാക്കന്മാരല്ല, അള്ളാഹുവാണ്. ഈ ലോകത്ത് നമസ്കരിക്കണമെന്ന് കൽപ്പിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. നോമ്പെടുക്കണമെന്ന് പറയേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. പക്ഷേ അള്ളാഹു അങ്ങനെ പറയുകയല്ല. അത് പറയാൻ അള്ളാഹു അമ്പിയാക്കന്മാരെ ചുമതലപ്പെടുത്തുകയാണ്. ഇപ്രകാരം അന്ത്യനാൾ വരെ അള്ളാഹുവിൻ്റെ ദീന് നിലനിർത്തേണ്ടത് ആരാണ്? അള്ളാഹുവാണ് നിലനിർത്തേണ്ടതെങ്കിലും അത് നിലനിർത്താൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഉലമാഇനെ, അവൻ്റെ പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ആ പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ, ആ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. അതിനാൽ തന്നെ ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും ആ സ്ഥാപനങ്ങളുമായി സഹകരിക്കുകയും ആ സ്ഥാപനങ്ങളെ സഹായിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള ഭാഗമാണ്. അതിന് നാം തയ്യാറായെങ്കിൽ, തയ്യാറില്ലെങ്കിൽ അള്ളാഹു വേറെ ആളുകളെ തിരഞ്ഞെടുക്കും. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അന്ത്യനാൾ വരെ ദീനുണ്ടാകണമെന്നത്. അതുകൊണ്ട് അന്ത്യനാൾ വരെ ദീനുണ്ടാക്കുക എന്ന തീരുമാനം അത് കട്ടായമായി പുലരുക തന്നെ ചെയ്യും. അതിന് കല്ലടുക്ക് ദാറുസ്സലാം കോളേജ് ഇല്ലെങ്കിൽ വേറെ കോളേജുകൾ ഉണ്ടാകും. കല്ലടുക്ക് ദാറുസ്സലാമിൽ അല്ലെങ്കിൽ കല്ലടുക്ക് പ്രദേശത്ത് ദഅവാ കോളേജ് ഉണ്ടായില്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ ദഅവാ കോളേജുകൾ ഉണ്ടാകും. കല്ലടുക്ക് ദഅവാ കോളേജുമായി നാം ബന്ധപ്പെടുന്നില്ലെങ്കിൽ ബന്ധപ്പെടാൻ അള്ളാഹു വേറെ ആളുകളെ നിശ്ചയിക്കും. എന്തായിരുന്നാലും റബ്ബിൻ്റെ തീരുമാനം നടക്കുക തന്നെ ചെയ്യണം. അവിടെ ഇടപെടാനും ബന്ധപ്പെടാനും അള്ളാഹുവിൻ്റെ ദീനിനെ അന്ത്യനാൾ വരെ നിലനിർത്തുന്നതിന് ഭാഗമാകാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ, പേരും കേൾവിയും കേൾപ്പോരൊന്നുമില്ലാത്ത കല്ലടുക്ക് പ്രദേശവാസികൾക്ക് അള്ളാഹു നൽകിയത്. ഈ പ്രദേശവാസികൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. കല്ലടുക്ക് പ്രദേശത്ത് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ മരിച്ച് കല്ലറയിൽ കബറിൽ കിടക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഈ സ്ഥാപനത്തെ അംഗീകരിക്കാത്തവരാകാം, ഒരു പക്ഷേ ഈ സ്ഥാപനത്തിനെതിരെ പ്രവർത്തിച്ചവരാകാം, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ഥാപനം എന്ന് ചോദിച്ചവരാകാം. പക്ഷേ അവരും ആ കബറിൽ കിടക്കുന്ന അന്ന് മുതൽ എത്ര കാലമാണോ ഈ ദഅവാ കോളേജ് ഇവിടെ നിലനിൽക്കുന്നത് അത്രയും കാലം അവരുടെ ഖബറുകളിൽ അദാബുണ്ടാകില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രദേശത്തൂടെ ദീൻ പഠിക്കുന്ന ഒരു മുതഅല്ലിമ് നടന്നു പോയാൽ ആ പ്രദേശവാസികൾക്ക് 40 ദിവസത്തോളം ഖബറുകളിൽ, കല്ലറകളിൽ അദാബും ഫിത്നയും ഉണ്ടാകില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില ഇമാമുമാർ, ചില പണ്ഡിതന്മാർ അതിന് പരിധി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിധി ചിലർ പറഞ്ഞിട്ടുള്ളത് 128 കിലോമീറ്ററാണ്. കസറും ജമ്മുമാക്കുന്ന ദൂരാളവുണ്ടല്ലോ, ആ ദൂരത്തിനിടയിൽ ഒരു മുതഅല്ലിം ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നടന്നു പോയാൽ ആ മനുഷ്യൻ നടന്നു പോയത് മുതൽ 120 കിലോമീറ്ററിനുള്ളിലുള്ള ആളുകൾ ഖബറിൽ കിടക്കുമ്പം അവർക്ക് 40 ദിവസത്തോളം ശിക്ഷയുണ്ടാകില്ല. ഒരു ദിവസം നടന്നാൽ, 2 ദിവസം നടന്നാൽ 80 ദിവസമാകുന്നു. കാലാകാലം ഏകദേശം ആണ്ടിൽ 360 ദിവസവും ഇവിടെ സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ
ഇംഗ്ലീഷ് വർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പരീക്ഷകളൊക്കെ നടക്കുക. അപ്പോൾ പഴയകാലം പോലെ റമദാനിലൊക്കെ ദർസൊക്കെ ലീവാകുന്നത് പോലെ നമ്മുടെ സ്ഥാപനം അവധിയിലുണ്ടാകില്ല. അപ്പോൾ ഏതാണ്ട് 360 ദിവസവും നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു വരും. അങ്ങനെ വരുമ്പം ഈ സ്ഥാപനം ഉണ്ടാകുന്ന കാലത്തോളം അതൊരു വലിയ ഭാഗ്യമല്ലേ, അതൊരു വലിയ ആനുകൂല്യമല്ലേ? അങ്ങനെയുള്ള എത്രയെത്ര സൗഭാഗ്യങ്ങളാണ്, എത്ര വലിയ അനുഗ്രഹങ്ങൾക്കാണ് പ്രിയപ്പെട്ട കല്ലടുക്ക് നിവാസികളായ നാം അർഹരായിത്തീരുന്നത് ആരുമറിയാതെ. അത്രയും വലിയൊരു സൗഭാഗ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, റബ്ബുൽ ഇസ്സത്ത് ആകാശത്ത് നിന്ന് ചില അദാബുകൾ, ചില രോഗാണുക്കളെ താഴോട്ടിറക്കുവാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കും. അനുഗ്രഹീത പ്രഭാഷകൻ നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ധാരാളം ആളുകളെ, 10,000-കണക്കിന് ആളുകൾക്ക് ദിശാബോധം നൽകി അവരെ ദീനീ മാർഗത്തിൽ പിടിച്ചു നിർത്തുന്നതിന് തൻ്റെ ആരോഗ്യവും തൻ്റെ നാവും ഉപയോഗപ്പെടുത്തുന്ന പ്രിയപ്പെട്ട സിൻസാറുൽ ഹഖ് ഹുദവി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, ഏതാനും സമയങ്ങൾക്കകം ഉസ്താദ് വർഗരുടെ പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഈ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന് ധാരാളം ചിലവുകളുണ്ട്. അതൊക്കെ ഈ നാട്ടുകാരും ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന നിങ്ങളൊക്കെയാണ് നിർവഹിച്ചു വരാറുള്ളത്. ഇനിയും ആ സഹകരണം തുടർന്നുണ്ടാകണം എന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. പരിശുദ്ധ റമദാനിന് ശേഷമാണ് നമ്മുടെ ഈ വാർഷിക പ്രഭാഷണം നടക്കുന്നത്. റമദാനിലൊക്കെ പലതിനു വേണ്ടിയും നിങ്ങളെയൊക്കെ സമീപിച്ചിരിക്കെ ഇനിയും നിങ്ങളെ സമീപിക്കുന്നതിൽ ഞങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട്. എങ്കിലും 2-3 ദിവസം നടക്കുന്ന ഈ സംരംഭത്തിൻ്റെ ചെലവുകളിലേക്ക്, ആ ചെലവ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി സഹകരിച്ച് പൂർത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരുടെ ശ്രദ്ധയിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി, നമ്മുടെ കോളേജിൻ്റെ പുതിയ അധ്യയന വർഷത്തിലേക്ക് SSLC പാസ്സായ വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്തു വരികയാണ്. അതുകൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ 10 ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ചേർത്ത്, ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ നൽകി, ഈ സ്ഥാപനത്തിൽ ചേർത്ത് പഠിപ്പിച്ച് അവരെ ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളായി നമ്മുടെ നാടിനും നമുക്കൊക്കെ അഭിമാനം നൽകുന്നവരായി വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തിന് ഒരുപാട് സ്വപ്ന പദ്ധതികളുണ്ട്. 10ാം ക്ലാസ് പാസ്സായി ഇവിടെ +1 അഡ്മിറ്റ് നൽകുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസിൻ്റെ പരിശീലനം നൽകുന്ന ഒരു ഹബ്ബ് അതും ഇവിടെ സ്ഥാപിക്കാൻ, അങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നന്ദി ദാറുസ്സലാം ദേവ കോളേജിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഈ മഹത്തായ സ്ഥാപനം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പം നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു നഷ്ടവും ഉണ്ടാകില്ല. തീർച്ചയായും തൻ്റെ മകൻ ഏറ്റവും അനുയോജ്യമായ ഒരു കലാലയത്തിലാണ് എത്തിപ്പെട്ടത് എന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. ആ വിധത്തിൽ ഈ സ്ഥാപനത്തോട് എല്ലാ നിലയിലും സഹകരിച്ച് മുന്നോട്ട് വരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തിൽ ഈ ചടങ്ങിന് തുടക്കം കുറിച്ചതായി അറിയിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരാൾ 500 രൂപ. റബ്ബ് തആല ഈ